ഓക്കെ. ഇനി നമുക്ക് ചെയ്യാൻ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ പോളിനോമിയൽ ഏതാണ് അതിന്റെ ബഹുപദം ഏതാണ്? ഓക്കെ, വളരെ രസമുള്ള ക്വസ്റ്റ്യൻ. നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതൊരു ഗ്രാഫാണ്. ഇത് ഏത് ബഹുപദത്തിന്റെ ആണെന്ന് കണ്ടുപിടിക്കും. അത് നമ്മളെ സഹായിക്കാൻ ഒന്ന് രണ്ട് ചെറിയ ക്ലൂസ് ഉണ്ട്. നമുക്കറിയാം ഇത് എക്സ് വിലകളും ഇതതിന്റെ പി ഓഫ് എക്സ് വിലകളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 0 എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. അതായത് എക്സിന്റെ വില 0 ആവുന്ന സമയത്ത് പി ഓഫ് എക്സിന്റെ വില എത്രയാവുന്നുണ്ട്? ആവുന്നുണ്ട്. ഈ ഒരു അതേപോലെ എക്സിന്റെ വില -1 ആകുമ്പോൾ പി ഓഫ് എക്സിന് എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് എത്ര കിട്ടിയിട്ടുണ്ട്? എക്സിന്റെ വില -1 ആവുമ്പോൾ പി ഓഫ് എക്സിന്റെ വില എത്രയാണ്? 0. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പി ഓഫ് എക്സിന്റെ വില 1 ആണ് എന്നും എക്സ് -1 ആകുമ്പോൾ പി ഓഫ് എക്സിന്റെ വില 0 ആണ്. ഇതിനെ നമ്മൾ ഒന്നുകൂടി വൃത്തിയിൽ മാത്തമെറ്റിക്കലി എഴുതുകയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുക. എങ്ങനെയാണ് എഴുതുന്നത് നോക്കുക. പ്രശ്നമൊന്നുമില്ല. എക്സ് ഇസ് ഈക്വൽ ടു 0 അത് ഇവിടെ ഒന്നിച്ചെഴുതി. അതായത് പി ഓഫ് എക്സിന് പകരം എന്ത് കൊടുത്തു? 0. പി ഓഫ് 0 കണ്ടാൽ കിട്ടുന്ന വില 1 ആണ്. അതേപോലെ എന്തെഴുതി? പി ഓഫ് -1 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എഴുതി. ഇത് രണ്ടും എഴുതി. പിന്നെ നമുക്കറിയാം ഇത് ഒരു ഗ്രാഫ് ഒരു നേർരേഖ ആയതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നുള്ള രൂപത്തിലായിരിക്കും പൊതുരൂപം. ഇതിൽ പി ഓഫ് 0 സമം 1 ആണ്. പി ഓഫ് 0 സമം 1 ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? എക്സിന് 0 കൊടുത്താൽ എ ഇൻറ്റു 0 പ്ലസ് ബി സമം എത്ര വന്നു? 1 എന്ന് വന്നു. അതിനർത്ഥം ഇത് 0 ആയി പോയില്ലേ? ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? ബി. അതായത് ബി സമം 1 എന്ന് കിട്ടി. ഇപ്പൊ നമ്മളെ ബഹുപദം എന്തായി മാറി? എ എക്സ് പ്ലസ് ബിന്റെ വില നമുക്ക് കിട്ടി. എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ പി ഓഫ് -1 സമം 0 ആവുമ്പോഴോ എക്സിന് പകരം എത്ര കൊടുത്തു? -1 കൊടുത്തു. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ ഇൻറ്റു -1 പ്ലസ് ബി എത്രയാണ്? 1 സമം എത്ര വന്നു? 0. എയും -1 ഗുണിച്ചാൽ -a പ്ലസ് 1 സമം 0. ഈ മൈനസിന് അങ്ങോട്ട് പോയപ്പോൾ എ ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ ബി എത്ര കിട്ടി? 1. അതായത് നമ്മുടെ പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി എന്നുള്ള പോളിനോമിയലാണ് നമ്മൾ വിചാരിച്ചത്. അതിൽ എ എത്ര വന്നു? 1 എന്ന് വന്നു. ഒരു എക്സ് പ്ലസ് ബി എത്രയാണ്? 1. സാധാരണ നമ്മൾ 1 എഴുതാറുണ്ടോ? ഇല്ല. എന്ത് വന്നു? എക്സ് പ്ലസ് 1 എന്ന ബഹുപദത്തിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 1. വളരെ എളുപ്പമല്ലേ?